ടീച്ചർ, സ്ത്രീക്കും പുരുഷനും ബസ്സിൽ വെവ്വേറെ സീറ്റുകൾ, പ്രത്യേകം ടോയ്ലറ്റുകൾ, ഒളിമ്പിക്സിൽ പ്രത്യേകം മത്സരങ്ങൾ, സ്ത്രീയും പുരുഷനും തുല്യരാണെങ്കിൽ ഇതൊക്കെ ഒന്ന് പോരെ എന്നാണ് PMA സലാം ചോദിക്കുന്നത്. മുസ്ലിം ലീഗ് വാദിക്കുന്നത് തുല്യതയ്ക്ക് വേണ്ടിയല്ല, തുല്യ നീതിക്കാണ്. ടീച്ചറെ, കാന്തപുരത്തിന് പഠിക്കുകയാണോ PMA സലാം? ഇവരിപ്പോഴും 6-ാം നൂറ്റാണ്ടിലേക്കാണ് ഈ പുരോഗമന സമൂഹത്തെ കൊണ്ടുപോയി കിട്ടുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിൾ പോലും വായിച്ചിട്ടില്ലാത്ത ഇവര് ഇപ്പോഴും മദ്രസ തലച്ചോറുമായിട്ടാണ് നടക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ 14 മുതൽ 18 വരെയുള്ള വകുപ്പുകളിലായി സമത്വത്തിനുള്ള അവകാശങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കുന്നുണ്ട്. ആ സമയത്ത് ഇവര് പോയി നോക്കുന്നത് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളാണ്. അതിനകത്ത് എന്താണ് സ്ത്രീകളെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത്? ലാ യജിബു അലൈഹി ദവാഉൻ ലിമർളിഹാ ഉജ്റത്തു തബീബ്. നമ്മള് സ്ത്രീകളെ ഉപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ആ സ്ത്രീക്ക് ആശുപത്രി ആവശ്യത്തിനു വേണ്ടിയുള്ള വൈദ്യസഹായത്തിന് പോലും ഒരു നാണയം കൊടുക്കാൻ പാടില്ല എന്നുള്ള കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളാണ് ഇവർ പഠിക്കുന്നത്. അതുകൊണ്ട് വിവിധ തരത്തിലുള്ള സാമൂഹിക അസമത്വങ്ങൾ അവസാനിപ്പിച്ച് സമത്വം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള അവകാശങ്ങൾക്ക് മുൻതൂക്കം നൽകുന്ന ഭരണഘടന ഇവർക്ക് ആവശ്യമില്ല. പക്ഷേ ഭരണഘടനാ മൂല്യങ്ങളെ മുറുകെ പിടിക്കുമെന്ന് പറയുന്ന ഇവർക്ക് വേണ്ടത് ന്യൂനപക്ഷ അവകാശങ്ങൾ മാത്രമാണ്. അതിനകത്ത് പറയുന്ന സമത്വം ഇവർക്ക് വേണ്ടേ വേണ്ട. ഒരു സമൂഹത്തിലെ എല്ലാ വ്യക്തികൾക്കും തുല്യ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും ഉള്ള ഒരു അവസ്ഥയാണ് സാമൂഹിക സമത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് പൗരാവകാശവും അഭിപ്രായ സ്വാതന്ത്ര്യവും എല്ലാം ഇതിനകത്ത് തന്നെ വരുന്നുണ്ട്. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾക്ക് ഉത്തമമായ പദവി നൽകി ആദരിച്ച ഒരേ ഒരു മതമാണ് കാരുണ്യത്തിന്റെ ഇസ്ലാം എന്നിവർ പറയുമ്പോഴും ഇവരുടെ പരിശുദ്ധ ഗ്രന്ഥങ്ങൾ ഇവരൊന്ന് പരതി നോക്കുന്നത് നല്ലതാണ്. സ്ത്രീക്കും പുരുഷനും ഇടയിൽ അള്ളാഹു നല്ല രൂപത്തിൽ മാതൃകാപരമായി തന്നെ ഒരുപാട് സമത്വങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഇസ്ലാമിൽ എങ്ങനെയാണ് സ്ത്രീയെ കാണുന്നത് എന്ന് ഇന്നിവരാരും പറയാതെ തന്നെ ഖുർആനും ഹദീസും ഒക്കെ ആൻഡ്രോയിഡ് സിസ്റ്റം ഫോണുകളൊക്കെ ഉള്ള ആളുകൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. ഖുർആൻ 2-ാം അധ്യായമായ സൂറത്തുൽ ബഖറയിൽ പറയുന്നത് നിസാഉക്കും ഹർസുൻ ലക്കും ഫഅതു ഹർസക്കും അന്നാ ശിഅ്തും. സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാണ്, അതുകൊണ്ട് നിങ്ങൾ ഇച്ഛിക്കും വിധം നിങ്ങൾ അവരെ സമീപിച്ചുകൊള്ളൂന്ന. ഇവർക്കിടയിലാണ്, ഇവരിൽ നിന്നാണ് ശരിക്കു പറഞ്ഞാൽ സ്ത്രീകൾക്ക് സംരക്ഷണം വേണ്ടതും സുരക്ഷ വേണ്ടതും. കൃഷിയിടം, പെണ്ണിനെ ഉപമിക്കുവാണ് കൃഷിയിടം. ഇന്നേ വരെ ഒരു മുസ്ലിം പുരോഹിതൻ ഇതിനെതിരെ സംസാരിച്ചിട്ടില്ല. കാരണം ഇത് ഇസ്ലാമിക ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, വിശ്വാസികൾ പരസ്പരം സഹോദരങ്ങളാണ്. അതുകൊണ്ട് AP കാന്തപുരം ഇവരുടെ സഹോദരനാണ് വിശ്വാസപരമായി. അദ്ദേഹത്തിന് ഒരു തെറ്റുപറ്റിയാൽ പോലും നമ്മൾ പരസ്യമായി രംഗത്ത് വരാൻ പാടില്ല. അതുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ടും SDPIയും പിന്നെ നവോത്ഥാനത്തിന്റെ ചിന്തകർ എന്ന് പറയുന്ന കേരള നദ്വത്തുൽ മുജാഹിദീൻ പോലെയുള്ള സംഘടന, ഇത്തിഹാദ് ഷുബ്ബാനുൽ മുജാഹിദീൻ, മുസ്ലിം സ്റ്റുഡൻസ് മൂവ്മെന്റ്, മുസ്ലിം ഗേൾസ് മൂവ്മെന്റ്, ഒരുപാട് സംഘടനകൾ ഉണ്ട് ഇവിടെ. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഏതക്ഷരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും തിരിച്ചുവിട്ടാലും ഒരു മുസ്ലിം സംഘടനയാകുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ മുസ്ലിം സ്ത്രീയും പുരുഷനും ഇടകലരരുത് എന്നും സമത്വം ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നും പറയുമ്പോൾ ഇവർ ശരിക്കു പറഞ്ഞാൽ ഭരണഘടനയെ വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾക്കിവിടെ ശരീഅത്താണ് നിയമം. ഇപ്പൊ ഉത്തരാഖണ്ഡിൽ ഏക സിവിൽ കോഡ് വന്ന സമയത്ത് മുസ്ലിം പുരോഹിതർ, ജമാഅത്തെ ഹിന്ദിന്റെ പുരോഹിതർ പറഞ്ഞു ഞങ്ങൾ ശരീഅത്ത് നിയമമേ അംഗീകരിക്കൂ, ഞങ്ങൾ പൊതു സിവിൽ കോഡ് അംഗീകരിക്കില്ല. കാരണം ഇവരുടെ തലച്ചോറിൽ ഊട്ടി ഉറപ്പിച്ചിരിക്കുന്നത് മതമാണ്, ഈ ശരീഅത്ത് നിയമമാണ്. അതുകൊണ്ട് ഇവർ ആദ്യം ചോദിക്കുന്നത് പുരുഷനോടൊന്ന് പ്രസവിക്കാൻ പറ, പെണ്ണിനോടൊന്ന് പെണ്ണ് പ്രസവിക്കുന്നത് പോലെ അതല്ലെങ്കിൽ മൂത്രപ്പുര, ഇത്തരം കാര്യങ്ങൾ മാത്രമേ ഇവർക്ക് പറയാനുള്ളൂ. പെണ്ണിനെ കൃഷിയിടമാണ് എന്ന് പറഞ്ഞ മതത്തിൽ നിന്ന് ഇതിൽ കൂടുതൽ ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാനും പറ്റില്ല. ഖുർആൻ പറയാണ്, പിന്നെ 14 മുതൽ 17 വരെയുള്ള വചനങ്ങളിൽ 3-ാം അധ്യായമായ ആലു ഇമ്രാനിലെ ഖുർആൻ സ്ത്രീകളെ കുറിച്ച് ഉപമിക്കുവാണ്. സ്ത്രീകൾ, സന്താനങ്ങൾ, കനകത്തിന്റെയും വെള്ളിയുടെയും കൂമ്പാരങ്ങൾ, മേത്തരം കുതിരകൾ, കാലികൾ, കൃഷിയിടങ്ങൾ, കേട്ടോ, തുടങ്ങിയവയോടുള്ള മോഹം മനുഷ്യർക്ക് അലങ്കാരമാക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഇതൊക്കെയും ഏതാനും നാളത്തെ ഐഹിക ജീവിതത്തിനുള്ള വിഭവങ്ങളാണ്. അപ്പൊ പെണ്ണ് എന്ന് പറഞ്ഞാൽ താൽക്കാലികമാണ്. തൊലാഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പെണ്ണ് കൈ വീശി പിന്നോട്ട് പൊയ്ക്കോണം. സ്വർഗത്തിലേക്ക് ആളെ ക്ഷണിക്കുന്ന പരസ്യം ആദ്യമായി കണ്ടുപിടിച്ചത് പടച്ചോന. ഈ ഖുർആനിലും ഇസ്ലാമിലും ഉള്ളത്ര സ്ത്രീ വിരുദ്ധതകൾ ഒന്നിനുമില്ല. ജ്വല്ലറിക്കാർ ഒരു പെണ്ണിന്റെ പരസ്യം കാണിച്ചപ്പോൾ പടച്ചോൻ കാണിച്ചത് 72 മാറിടം തുടുത്ത വെളുത്ത മുത്തുമണികൾ പോലെയുള്ള തരുണികളാകുന്ന
പ്രായപൂർത്തിയാകാത്ത ചെറിയ ബാലികമാരെന്നാണ് അതിനകത്ത് പറയുന്നത് തന്നെ. അങ്ങനെയുള്ള മാറിടം തുടുത്ത സമപ്രായക്കാരായ സ്ത്രീകളെയാണ് ഇസ്ലാം വിഭാവനം ചെയ്തത്. അപ്പോ ഈ ഗ്രന്ഥം പഠിക്കുകയും പാരായണം ചെയ്യുകയും ഈ ഗ്രന്ഥത്തെ നോക്കി നാളെ ഈ ഗ്രന്ഥം പറയുന്നത് പോലെ ഒരു കാലമുണ്ട്, ഒരു ലോകമുണ്ട്, അത് പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ആരെ നോക്കിയാലും അങ്ങനെ തോന്നും. ഇപ്പോ സാക്കിർ നായിക്ക് പറഞ്ഞത് 20 സെക്കൻഡ് വരെ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ നോക്കിയിട്ട് അയാൾക്ക് വികാരം തോന്നുന്നില്ലെങ്കിൽ അയാൾക്ക് ബയോളജിക്കലി മിസ്റ്റേക്ക് ഉണ്ട് എന്നാ. ഇതേ പറഞ്ഞ ആള് ഇപ്പോ സൗദിയിലെ MBS മുഹമ്മദ് ബിൻ സൽമാൻ ഇന്ന് ഇറ്റലിയിലെ ജോർജിയ മെലോനിയുമായി കൈകൊടുത്ത് ഒരുപാട് കരാറുകൾ ഒപ്പുവെക്കുന്നുണ്ട്. ഒരേ വേദിയിൽ കൈകൊടുത്ത് തന്നെ ഹസ്തദാനം കൊടുത്ത് തന്നെയാണ് സ്വീകരിക്കുന്നത്. ഇവര് പറയുമ്പോ ഇത് ഹറാമാണെന്ന്. എന്നിട്ട് ഖുർആൻ തന്നെ 2 പുരുഷന്മാർക്ക് 4 സ്ത്രീകളെയാണ് സാക്ഷി നിർത്താൻ പറഞ്ഞത്. എന്താ പറഞ്ഞെന്നറിയാമോ? അതിന് ഒരു പെണ്ണിന് മറവി പറ്റിയാലോ എന്ന്. അപ്പോ ഒരു പുരുഷന് 2 സ്ത്രീകൾ, ഒരു പെണ്ണിന് മറവി പറ്റും. അപ്പോ ഈ പുരുഷ കേന്ദ്രീകൃതമായ ഈ മതത്തിൽ എല്ലാം അള്ളാഹു നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. സ്ത്രീക്ക് മാത്രമേ തെറ്റുപറ്റൂ. സ്ത്രീ എന്ന് പറഞ്ഞാൽ താൽക്കാലികമായിട്ടുള്ള ഒരു ഭോഗവസ്തു മാത്രമാണ്. അവൾ ഒരു കൃഷിയിടമാണ്. അവൾക്ക് മറവി പറ്റും, അവൾക്ക് ജീവിതത്തിൽ മിസ്റ്റേക്കുകൾ പറ്റും. പുരുഷന് മാത്രം ഒരിക്കലും ഒരു മിസ്റ്റേക്കും പറ്റില്ല. ഖുർആൻ പറയാണ്, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ അടങ്ങി കഴിയണം. പഴയ അജ്ഞാനകാലത്തെ സൗന്ദര്യ പ്രകടനം പോലെയുള്ള സൗന്ദര്യ പ്രകടനം നിങ്ങൾ നടത്തരുത്. അതായത് പെണ്ണിന്റെ കൈയോ മുഖമോ കഴുത്തോ ഏതെങ്കിലും തൊലി വെളുത്ത ഒരു ഭാഗം കണ്ടാലുടനെ തന്നെ ഇവർക്ക് വൈകാരികമായ റിയാക്ഷൻ ഉണ്ടാകുന്നു. ഇവർക്ക് തന്നെ ഇവരുടെ വികാരത്തെ നിയന്ത്രിക്കാൻ കഴിയാത്തത് ഇവരുടെ തലച്ചോറിന്റെ പ്രശ്നമാണ്. ഇവരുടെ ലൈംഗിക ഉദ്ധാരണം ഇവർക്ക് നിയന്ത്രിക്കാൻ പൊതു ഇടത്തിൽ പറ്റുന്നില്ലെങ്കിൽ ഇവർക്ക് എങ്ങനെയാണ് ഇവരുടെ വീടുകളിൽ നിയന്ത്രിക്കാൻ പറ്റുന്നത്? അപ്പൊ പുരുഷന് സൗന്ദര്യമില്ലേ? പുരുഷന് സൗന്ദര്യം പ്രകടിപ്പിച്ച് നടത്താമോ? ഇപ്പൊ നമുക്കറിയാം മർക്കസ് നോളജ് സിറ്റിയിൽ നടക്കുന്നത് എന്താണ്? ഇവരുടെ തന്നെ മതപുരോഹിതന്മാര് പറയുന്നുണ്ട്. മുമ്പൊരിക്കല് നൗഷാദ് ഹസനി കൃത്യമായിട്ട് ഇതിനെ വിശദീകരിച്ച് പറയുന്നുണ്ട്. ഏഷ്യാനെറ്റ് ചർച്ചയില് AP കാന്തപുരത്തെ വിളിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാൻ വരില്ല. എന്താ കാരണം? ആങ്കർ സ്ത്രീയാണ്. ഒടുവിൽ അദ്ദേഹം ഫോണിലൂടെ ഒരു ചർച്ചയ്ക്ക് ഇരിക്കുവാണ്. എന്നിട്ട് അദ്ദേഹം ഫോണിലൂടെ പറയാണ്, നിങ്ങൾ ഞങ്ങളുടെ സ്ഥാപനങ്ങളിലേക്ക് ഒന്ന് വന്നു നോക്ക്. പെണ്ണിനെയും ആണിനെയും വെവ്വേറെയാണ് ഞങ്ങൾ കർട്ടനിട്ട് പഠിപ്പിക്കുന്നത്. ഞങ്ങൾ ഒരിക്കലും മിക്സ്ഡ് ആയിട്ട് പഠിപ്പിക്കില്ല. പിന്നീട് ഇവര് മർക്കസ് നോളജ് സിറ്റി വന്നു. അബ്ദുൽ ഹക്കീം അസ്ഹരി എന്ന് പറയുന്ന AP കാന്തപുരത്തിന്റെ മകൻ പഠിച്ച് ബിരുദധാരിയായി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് ആണും പെണ്ണും മിക്സ്ഡ് ആയിട്ട് പാടില്ല എന്ന്. ഇനി നമുക്ക് ഇത്തരം പിന്തിരിപ്പൻ ആശയങ്ങളൊന്നും കൊണ്ടു നടക്കാൻ പറ്റില്ല. പിന്നീട് പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി വന്നിട്ട് പറയാണ്, നമ്മള് എഞ്ചിനീയറിംഗ് പോലെ മെഡിസിൻ പോലെ അതുപോലെയൊക്കെയുള്ള പഠനങ്ങൾക്ക് നമ്മളിപ്പോ മിക്സ്ഡ് ആക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ള പിന്തിരിപ്പൻ ആശയവുമായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുമോ? ഇവർക്ക് പോലും ഇവര് പറയുന്ന ഈ മത നിയമം പ്രാവർത്തികമാക്കാൻ സാധിക്കാത്ത സാഹചര്യമാണുള്ളത്. എന്നിട്ട് ഖുർആൻ പറയാണ്, അർരിജാലു ഖവ്വാമൂന അലൻ നിസാ ബിമാ ഫളലല്ലാഹു ബഅലഹും അലാ ബഅൽ. 4-ാം അധ്യായമായ സ്ത്രീകൾ എന്ന പേരുള്ള അധ്യായത്തിന്റെ 34-ാം വചനത്തിൽ അല്ലാഹു പറയാണ്, പുരുഷന്മാരെ, സ്ത്രീകളെ നിങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടുപോകുക. സ്ത്രീകളെ നിയന്ത്രിച്ചു കൊണ്ടുപോകാനുള്ള നിയന്ത്രണ അധികാരത്തിന്റെ ദണ്ഡ് അള്ളാഹു തന്നിരിക്കുന്നത് പുരുഷന്മാരുടെ കരങ്ങളിലാണ്. എന്തുകൊണ്ടാ? സ്ത്രീകളെക്കാൾ പുരുഷന്മാർക്ക് അള്ളാഹു ശ്രേഷ്ഠത നൽകിയത് കൊണ്ടാണ്. അപ്പൊ ഇങ്ങനെ ഇവരുടെ മതഗ്രന്ഥങ്ങളിൽ ഉടനീളം അടിമുടി സ്ത്രീ വിരുദ്ധതകൾ മാത്രം നിൽക്കുമ്പോൾ ഇവർക്ക് പിന്നെ എങ്ങനെയാണ് സമത്വത്തെ കുറിച്ച് സംസാരിക്കാൻ സാധിക്കുന്നത്? എന്നാലും ഇവരുടെ ജീവിതത്തിൽ, ഇവരുടെ ബിസിനസ് സംരംഭങ്ങളിൽ, ഇവരിടപഴകുന്ന എല്ലാ മേഖലകളിലും ഇവര് സ്ത്രീ വിരുദ്ധതകൾ കൊണ്ടു നടക്കും. എന്നിട്ട് ഇദ്ദേഹം പറയാണ്, ഒരു ചാനൽ ചർച്ചയില് വന്നിരുന്നിട്ട് എന്താണ് പറയേണ്ടതെന്ന് പോലും അറിയുന്നില്ല. അപ്പൊ സമത്വം ഞങ്ങൾ അംഗീകരിക്കില്ല, ഞങ്ങൾക്ക് തുല്യനീതിയാണ് വേണ്ടത്. എവിടെയാണ് തുല്യനീതി? ഇവർക്ക് വനിതാ ലീഗുണ്ട്, അതിനകത്ത് നാമമാത്രമായിട്ടെങ്കിലും ഒരു സ്ത്രീ ഉണ്ടോ? ഇനിയിപ്പോ സംവരണം കൊടുക്കണം, ഒരു MLA സ്ഥാനത്തേക്ക് ഒരു സ്ത്രീയെ മത്സരിപ്പിക്കേണ്ടി വന്നാൽ പോലും നിർബന്ധത്തിന് വഴങ്ങി ഇവര് തോൽക്കുമെന്ന് ഉറപ്പുള്ള സീറ്റുകളായിരിക്കും കൊടുക്കുന്നത്. നമുക്കറിയുന്നതാണ് അഡ്വക്കേറ്റ് നൂർബിന റഷീദിനെയൊക്കെ കോഴിക്കോട് മത്സരിപ്പിച്ചത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. അത് നിർബന്ധത്തിന് വഴങ്ങിയാണ് ഇവർക്ക് അതുപോലും ചെയ്യേണ്ടി വരുന്നത്. എന്നിട്ട് ഒടുവില് വനിതാ സമ്മേളനം നടത്തുമ്പോൾ കൺട്രോൾ ചെയ്യുന്നത് ആരാ? എല്ലാം പുരുഷന്മാർ. അതായത് സ്ത്രീകളെ കണ്ടാൽ ഉടനെ ഇവർക്ക് വൈകാരികമായി ഉദ്ധാരണം ഉണ്ടാകുന്നത് ഇവരുടെ കുഴപ്പമാണ്. ഇവരുടെ തലച്ചോറിൽ ഉരുത്തിരിഞ്ഞിരിക്കുന്ന മതത്തിന്റെ പ്രശ്നം മാത്രമാണ്. അതല്ലാതെ നമ്മുടെ നാട്ടിൽ ഒരു പട്ടിക്ക് പേ പിടിച്ചാൽ പട്ടിയെ പൂട്ടിയിടുക ചെയ്യുക. അതല്ലാതെ നാട്ടിലേക്ക് ആരും ഇറങ്ങണ്ട എന്ന് പറയില്ല. അപ്പൊ ഇവരുടെ ചിന്താഗതിക്ക് ചികിത്സ വേണ്ടതിന് പകരം ഇവര് ലോകത്തുള്ള സകലമാന സ്ത്രീകളെയും പൂട്ടിയിടാൻ ശ്രമിക്കുവാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെണ്ണിനെ അടിക്കുക,
ഇടപ്പറ ബഹിഷ്കരിക്കുക, ഇതൊക്കെയാണ് സ്ത്രീ വിരുദ്ധതകൾ മാത്രമാണ് ഈ ഗ്രന്ഥങ്ങളിനകത്തുള്ളത്. അപ്പോ ഈ ഗ്രന്ഥങ്ങൾ എന്താണ് എന്ന് ജനങ്ങളെ പഠിപ്പിക്കുന്ന മുസ്ലിം പുരോഹിതർക്കിടയിൽ നമ്മൾ സ്ത്രീ സമത്വം അന്വേഷിച്ചിട്ട് ഒരു കാര്യവുമില്ല.